ഹലോ ഫ്രണ്ട്സ്, ഞാനിങ്ങനെ കുറേ നാളായി യൂട്യൂബിൽ വല്ല വീഡിയോസൊക്കെ ചെയ്യണം പറഞ്ഞിട്ട് വിചാരിക്കുന്നു. എന്തെങ്കിലും സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സംസാരിക്കണം പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യണമെങ്കിൽ കഴിയാൻ പറ്റുള്ളൂ, വീഡിയോ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം. ഞാൻ എന്തിനെക്കുറിച്ച് പറയാമെന്നാണ് വിചാരിക്കുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നതാണല്ലോ, ആത്മാർത്ഥമായ റിലേഷൻഷിപ്പ് ഇല്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട ടിപ്സുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, എന്നാലും ഞാൻ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ ആവശ്യമുണ്ട്, ഒരാൾ എന്തൊക്കെ ചെയ്യണം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് ഇതുപോലത്തുള്ള വീഡിയോകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. കാരണം എന്താ വെച്ചാൽ, ഇങ്ങനെ വീഡിയോസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും പ്രചോദനം, നമുക്ക് വ്യൂസ് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ വരിക, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യുക. എനിക്ക് നല്ല മടിയുണ്ട് ഇങ്ങനെ സംസാരിക്കാനൊക്കെ. കാരണം എന്താ വെച്ചാൽ, ഇത് എൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടിയായതിനു ശേഷം വർക്ക് ചെയ്യാണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് പോകാനൊരു വഴിയില്ലാണ്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ശരി, എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതിങ്ങനെ വർക്ക് ചെയ്തവരൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുമ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല ചമ്മലുണ്ട് ഇങ്ങനെ ചെയ്യാനൊക്കെ. എന്നാലും എനിക്ക് ചെയ്തേ പറ്റുള്ളൂ, എന്തെങ്കിലും ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ വെറുതെ ട്രയലായിട്ടൊരു വീഡിയോ എടുത്ത് ഞാൻ ഹസ്ബൻഡിനെ കാണിച്ചപ്പോൾ ഹസ്ബൻഡ് കുഴപ്പമില്ല ചെയ്തു നീ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരി, നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. നമ്മൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട ആദ്യത്തെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, അവരെങ്ങനെയാണോ അങ്ങനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് വെക്കുമല്ലോ, ഒരു ബൗണ്ടറീസ് വെക്കും. നീ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഞാനിങ്ങനെ ചെയ്യാൻ പറ്റില്ല, നീ ഇങ്ങനെ ചെയ്താലേ ഞാൻ സ്നേഹിക്കുകയുള്ളൂ, എനിക്കിഷ്ടം ഉണ്ടാവുള്ളൂ, അങ്ങനെയൊക്കെ പറയില്ലേ. പക്ഷെ ചിലപ്പോൾ ഒരു മാസമോ 2 മാസമോ നമ്മൾ അത് പറയുന്ന പോലെ അവർ ചെയ്യുമായിരിക്കും. നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ എന്തായാലും അത് സാക്രിഫൈസ് ചെയ്ത് ചെയ്യുമായിരിക്കും. പക്ഷെ എന്നാലും 1 മാസം 2 മാസം ചിലപ്പോൾ ഒരു വർഷം വരെ ചെയ്യുമായിരിക്കും. പക്ഷെ എന്തായാലും അവൻ്റെ പേഴ്സണാലിറ്റീനെ ഡിസ്റ്റർബ് ചെയ്തിട്ടാണല്ലോ നമ്മളൊരു സംഭവം വെക്കുന്നത്. നീ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വെക്കുന്നത്. അപ്പോൾ എന്തായാലും അത് കുറേ നാൾ ചെയ്യുമ്പോൾ അവർക്കും ഒരു മടുപ്പ് തോന്നും. ഇതെന്താ ഇങ്ങനെ ടോക്സിക് റിലേഷൻഷിപ്പ് പോലെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ വിചാരിക്കും. അപ്പോൾ മാക്സിമം നമ്മൾ അവരെന്താണോ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുക. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഒരു പേഴ്സൺസ് സ്പേസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. ഇപ്പോൾ ഒരുപാട് അവരെ കൺട്രോൾ ചെയ്യുക, നീ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, അവരോട് മിണ്ടാൻ പറ്റില്ല, അങ്ങനെയൊക്കെ അതൊക്കെ ചിലപ്പോൾ ഒരു സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും. പൊസസീവ്നെസ് എന്തായാലും എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവും. അപ്പോൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ കുറേ വർഷം, ഇപ്പോൾ 8-9 കൊല്ലമായി. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കി അവർക്കും ഇഷ്ടങ്ങളുണ്ടാവും, അവരുടെ കാര്യങ്ങളുണ്ടാവും. നമ്മളെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളും മനസ്സിലാക്കിയത് അങ്ങനെ വിളിക്കണം എന്നില്ല. നമ്മളിപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളങ്ങനെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. വിശ്വാസമാണല്ലോ എല്ലാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് പറയുന്നത്, നമ്മൾ അവരെന്താണോ അവരങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടിപ്പുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ, നിങ്ങളുടെ പ്രചോദനങ്ങളാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. ഓക്കെ, അപ്പോൾ ഓക്കെ, ബായ്, താങ്ക് യു. എല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബായ്.